ഫ്രണ്ട്സ്, പൊരിഞ്ഞടിയാണ് മക്കളെ, പൊരിഞ്ഞടി. ബിഗ് ബോസിൽ ഇപ്പൊ പൊരിഞ്ഞടി നടക്കുകയാണ്. പൊരിഞ്ഞടി, എന്റെ അമ്മ ഒരു രക്ഷയില്ല, പൊരിഞ്ഞടിയാണ്. അപ്പൊ കൂടുതൽ അറിയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. രേണു സുധി ആൻഡ് അഭിലാഷ് പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി, വേറൊന്നുമല്ല. രേണു സുധി തലവേദനയാണെന്ന് പറഞ്ഞ് കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഏറ്റവും തലവേദന ഇല്ലാത്തവരിലേക്ക് നടന്നു. അത് അഭിലാഷിന് മനസ്സിലായി. അത് അഭിലാഷിക്ക് ഒതുങ്ങി ചെയ്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പൊരിഞ്ഞടിയാണ്, ഒച്ചയിലും ഭയങ്കര. അത് അക്ബർ ഖാനും നമ്മുടെ അപ്പാനി ഷർത്തും കൂടെ അത് ഏറ്റുപിടിച്ചു. പിന്നെ ഒരു രക്ഷയില്ല, അടിയെന്ന് പറഞ്ഞ പൊരിഞ്ഞടി. അഭിലാഷം വിട്ടുകൊടുക്കുന്നില്ല, രേണു സുധിയും കൊടുക്കുക, അതുമാതിരി ഇത്. അതിനിടയ്ക്ക് നമ്മുടെ അനീഷ് പറഞ്ഞ് മാറി നിൽക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിലാഷിനെ എഴുതാക്കിയപ്പോ പിന്നെ അഭിലാഷും അനീഷും കൂടെ ആണ് അടി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പോന്നെ പോരിഞ്ഞ അടി. വേറൊന്നുമല്ല, രേണുസുധി ഇതായപ്പോൾ അവർക്ക് തലവേനയാന്ന് പറഞ്ഞു. അപ്പൊ അനീഷ് പറഞ്ഞു അവർക്ക് തലവേന വിടാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ഷാനവാസിനെ തലവേനയെന്ന് പറഞ്ഞിരിപ്പാണ്. സോറി, പനിയല്ല, തലവേന മാറിപ്പോയി. തലവേന എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ നിന്നപ്പം നമ്മുടെ അനീഷ് പറഞ്ഞു അത് ഫേക്ക് ആയിട്ടുള്ള തലവേന, ഇത് ജെന്യൂനാന്ന് പറഞ്ഞു. അതങ്ങോട്ട് കുടുംബാംഗങ്ങളെല്ലാം ഏറ്റങ്ങ് പിടിച്ച്. പിന്നെ അനീഷും അഭിലാഷും ഭയങ്കര പൊരിഞ്ഞ വഴക്ക്. ഷാനവാസിന് കുഴപ്പമൊന്നുമില്ല, ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞത് അനീഷ് പറയുന്നുണ്ട്, അനീഷ് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് അനീഷിന്റെ ഇതായിരിക്കും. ഷാനവാസ് അത് ദേഷ്യപ്പെടുന്നില്ല. പക്ഷേ ഇതങ്ങോട്ട് അക്ബർ ഖാനും നമ്മുടെ അപ്പാനി ഷർത്തും അങ്ങ് ഏറ്റുപിടിച്ച്. പിന്നെ അഭിലാഷും അനീഷും കൂടെ അങ്ങോട്ട് അടി അങ്ങ് തുടങ്ങി. പിന്നെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടിയോടടി. ഈ അഭിലാഷ് നന്നായിട്ട് സംസാരിക്കും കേട്ടോ, നല്ല കട്ടയ്ക്ക് പിടിച്ച് നിൽക്കും. അത് ആരെന്ന് വരുന്നൊന്നുമില്ല, നല്ല പോലെ സംസാരിക്കും. അത് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കും. അതുമാതിരി അടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രേണുസുധി നല്ല പോലെ കട്ടയ്ക്ക് നിൽക്കും. പിന്നെ അനുമോളൊക്കെയാണ് രേണുസുധീനെ പിടിച്ചു മാറ്റിയത്. അതുപോലെ അടിയായിരുന്നു, അമ്മാതിരി അടി. ലൈവിൽ ഇപ്പം ഞാൻ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി അടി. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 പോളിക്ക് മകളെ, പോളിക്ക് ഒരു സംശയവും ഇല്ല. അമ്മാതിരി അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടി. അപ്പോൾ പുതിയ ബിഗ് ബോസ് വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.